ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നുണക്കുഴി എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ് ഗായ്സ്. പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് ഫിലിമാണെന്ന് തോന്നി. അങ്ങനെ വലിയ പൊട്ടിച്ചിരിക്കാനോ അങ്ങനെ വലിയ ചിരിക്കാനായിട്ടുള്ള വകുപ്പ് അതിനകത്തില്ല. ഒരു ആവറേജ് പടം. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈജു പുള്ളിക്കാരനില്ലെങ്കിൽ ആക്ച്വലി ഈ പടം തന്നെ ഇല്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. ഡയറക്റ്റഡ് ബൈ ജീത്തു ജോസഫ്. യെസ്, പക്ക ഡയറക്ടറാണ്. അതിനെപ്പറ്റി കൂടുതലൊന്നും നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല, അറിയാം. റിട്ടേൺ ബൈ കൃഷ്ണകുമാർ, കെ കൃഷ്ണകുമാർ. സ്റ്റോറി കൊള്ളാം കേട്ടോ. അത് എനിക്ക് തോന്നുന്നു, ഞാൻ ലാസ്റ്റ് പറയാം. ആ സ്റ്റോറി അടിപൊളിയായിരുന്നു, പോയിരിക്കുന്ന രീതിയൊക്കെ നൈസായിരുന്നു. കാസ്റ്റ് വരുന്നത് ബേസിൽ നിഖിലയുടെ പെർഫോമൻസ് കുറച്ച് അവിടെ ഓവറായിട്ട് എനിക്ക് റിയാക്ഷൻ ഒക്കെ തോന്നിപ്പോയി. ബേസിൻ്റെതും ആ ഒരു ഫൺ എലമെന്റ്സ് കുറച്ച് ഓവറായിട്ട് ചെയ്ത പോലെ എനിക്ക് അവിടെ കുറച്ച് കൈ നിട്ടത് കുറച്ച് ഓവറായ പോലെ എനിക്ക് ഫീൽ ചെയ്യും. അങ്ങ് കൂടി ചിരിക്കാനുള്ള വകയൊക്കെ കുറവായിരുന്നു. പിന്നെ ഗ്രേസിന്റെ പെർഫോമൻസ് എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ സിദ്ദിഖിനെ പറയണ്ടല്ലോ, അങ്ങ് പുള്ളിക്കാരൻ്റെ റോൾ അങ്ങ് ക്ലീൻ ആയിട്ട് ചെയ്യും, അങ്ങ് പോകും. നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അജുവിനും വളരെ കുറച്ച് റോളേ ഉള്ളൂ, പക്ഷേ വെരി ഗുഡ് ജോബ്, നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ മനോജ് കെ ജയൻ്റെ കൊള്ളാം, അവിടെ ആ ഒരു തഗ്ഗൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട് എനിക്ക്. പിന്നെ അസീസിന്റെ വേറെ പറയാനുണ്ട്, പക്ഷെ അസീസ് ഇതില് വെച്ച് നോക്കുവാണെങ്കിൽ നൈസ്, നല്ലൊരു അസീസിന്റെ കോമഡിയും ചെയ്യാൻ പറ്റും, സീരിയസ് റോളും കട്ടൊക്കെ ചെയ്യാൻ പറ്റും, തെളിയിച്ച ആളാണ്. സോ ഇതിലെ കോമഡീസ് ഒക്കെ പക്കയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടതാണ് ബൈജു ചേട്ടൻ. അല്ലെങ്കിൽ ആക്ച്വലി പണം മുന്നോട്ട് പോകില്ല. അങ്ങേര് വരുന്നതുകൊണ്ടാണ് ഞാനൊന്ന് ചിരിച്ചു തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ അതുവരെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പുള്ളി വന്നങ്ങ് ടേ അങ്ങ് തഗ്ഗ് പൊട്ടി ചിരിച്ച്. സത്യം പറഞ്ഞാൽ അങ്ങേര് വന്നപ്പോൾ പിന്നെ ഞാനങ്ങ് മൊത്തം ഓണായി. അതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട പുള്ളിക്കാരൻ്റെ. പിന്നെ ബിനു പപ്പു ഉണ്ടായിരുന്നു. ബിനു പപ്പു നൈസായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. മ്യൂസിക് ബൈ വിഷ്ണു വിജയൻ. യെസ്, നമ്മുടെ നേര് പിന്നെ കൂമൻ ഇതിൻ്റെ ഡയറക്ടറാണ്. മ്യൂസിക് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ആയതൊരു നുണക്കുഴി തന്നെ പാട്ട്, കളിക്കളം പോലത്തെ ഒരു പാട്ട് പോലത്തെ എനിക്ക് ഫീൽ ചെയ്ത് വലിയ സാറ്റിസ്ഫൈഡ് ഒന്നും ഞാൻ ആയിട്ടില്ല. മ്യൂസിക്കിലൊന്നും വലിയൊന്നും തോന്നിയില്ല. ഒരു ആവറേജ് പടം എന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ കൂടുതലൊന്നും അങ്ങനെ പറയാനായിട്ടില്ല. ഒരു ആവറേജ് ഫിലിം. നിങ്ങൾ കണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക പടം എങ്ങനെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻ. ഞാൻ പറഞ്ഞത് എൻ്റെ ഒപ്പീനിയനാണ്, ഞാനിത് സ്ഥാപിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ള കാര്യം, ഞാൻ എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇറ്റ് വാസ് ആൻ ആവറേജ് മൂവി ഫോർ മീ. ഓക്കെ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം KC എല്ലാം ആവട്ടെ. ബൈ.